ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇഫ്താറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ. ആദ്യം കസ്റ്റാർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഞാൻ കട്ട് ചെയ്യാൻ പോയപ്പോൾ ജിലു പറഞ്ഞതാ ഞാൻ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയുന്ന അത്ര വലിയൊരു സന്മനസ്സൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാനപ്പം തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കല്ലേ, അതുകൊണ്ട് ഇന്നെന്തായാലും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ച് അധികം എടുക്കാം. നല്ല എരിവുള്ള ടൈപ്പ് മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറവെടുത്താൽ മതി. പിന്നെ നമുക്ക് സ്പൈസി കൂടുതലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും മസാല പൗഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഏത് മസാല പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പെപ്പർ പൗഡറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഉണ്ടല്ലോ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടല്ല ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം, പക്ഷേ ഞാനിവിടെ തൈര് കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എനിക്ക് വെള്ളത്തിനേക്കാളും തൈരിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ തൈരിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഓവർ തിക്കായിട്ടുള്ളൊരു മാവ് വേണ്ട, കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കുക. ഞാൻ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ കളറൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരേ കാര്യമുള്ളൂ, ഇത് കട്ടകളൊന്നും കെട്ടാൻ പാടില്ല. പെർഫെക്റ്റായിട്ട് മിക്സാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാണ്ട്. ഒരു ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, ഒരു ഈ തിക്കിൽ. പിന്നെ ഞാൻ ഓൾറെഡി കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഈ കോളിഫ്ലവറിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ എനിക്ക് കോൺഫ്ലോർ ഇടാൻ മറന്നതാ, അതുകൊണ്ട് എനിക്ക് മിക്സാക്കിയതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറും ഇപ്പം തന്നെ ആഡ് ചെയ്തിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ആദ്യം ബാറ്റർ പ്രിപ്പയർ ചെയ്യൂലേ, അപ്പം തന്നെ കോൺഫ്ലോർ ഇടണം. പക്ഷേ എനിക്ക് മറന്നതാണ്, പിന്നെ ഓർമ്മ വന്നു, അപ്പോൾ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. കോൺഫ്ലോർ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ ക്രിസ്പി ആയി കിട്ടും. എന്തായാലും കോൺഫ്ലോർ സ്കിപ്പാക്കാണ്ട് ഇടാണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ഹാഫ് ആൻ അവർ വെക്കുന്നുണ്ട്. വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഫ്രൈ ചെയ്യണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴാണ് ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടുന്നത്. പെട്ടെന്ന് ആക്കിയെടുക്കുകയാണെങ്കിൽ അത്രയൊക്കെ ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. എടുക്കുന്ന ടൈമിൽ ഉണ്ടാവും, പിന്നെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പെട്ടെന്നത് ആ ക്രിസ്പിനെസ് ഒക്കെ പോവും. കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അധികം നേരം ക്രിസ്പി ആയിട്ട് കിടക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ചധികം നേരം വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഇത് കുക്കായിട്ടുണ്ടോയെന്ന്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടും. ഇപ്പോൾ കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ നമ്മൾ ഓയിലിലേക്ക് ഇട്ടപ്പോൾ കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ചെറിയ കോളിഫ്ലവറിൻ്റെ ഓരോ പീസല്ലേ ഇടുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഒന്നൊന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം സെപ്പറേറ്റായി കിട്ടിക്കോളും. അതുകൊണ്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ക്രിസ്പിയും ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ പെട്ടെന്നാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊക്കെ സ്നാക്ക് ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കും. ഇതാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഒരു ബാച്ച് എടുത്തതിന് ശേഷം ഞാൻ സെക്കൻഡ് ബാച്ചും ഇങ്ങനെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റോൾ ഉണ്ടാക്കുകയാണ്. റോൾ ഷീറ്റ് വെച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്, വീട്ടിൽ തന്നെ മൈദ കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടാണ് റോൾ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ നോർമലി ഷീറ്റ് കൊണ്ടുവന്നിട്ടാക്കുന്നത് കുറവാണ്. നമ്മൾ കൂടുതലും റോൾ ഉണ്ടാക്കുന്നത് ദോശ വെച്ചിട്ട് തന്നെയാണ്. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ദോശ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരു 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ കുക്കായി കിട്ടിക്കോളും. ഒരു സൈഡ് കുക്കായാൽ മതി. ഇതിപ്പോൾ ഞാൻ പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് തിന്നായിട്ട് ദോശ ഉണ്ടാക്കണം. ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കണം, നല്ല കട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോ ദോശയും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ദോശ ഒന്നായിക്കഴിഞ്ഞാൽ ഒന്ന് ദോശയുടെ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ റോളാക്കി എടുക്കുകയാണ്. ഈ മാവിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പാനിലൊന്നും ഒട്ടിപ്പിടിക്കൂല, പെട്ടെന്ന് ദോശ ആയി കിട്ടും. ദോശ ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ദോശയുടെ അകത്തേക്ക് മസാല വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചിക്കൻ, പൊട്ടാറ്റോ പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടാണ് മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ ദോശ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുകയാണ്. ഈ റോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാം കവറായി കിട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ അകത്തേക്ക് എണ്ണ പോവും. എണ്ണ പോയിട്ട് ഒരു എണ്ണ കുടിച്ച പോലെ ഉണ്ടാവും ഈ സ്നാക്കൊക്കെ. അതുകൊണ്ടും കറക്റ്റായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നായി കിട്ടും, കുറേ ടൈമൊന്നും എടുക്കില്ല. ഞാനങ്ങനെ പെട്ടെന്ന് എല്ലാം റോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് റോളാക്കി എടുക്കുന്നുണ്ട്. സിലുക്ക് പെർഫെക്റ്റായിട്ട് റോൾ ചെയ്യാനൊന്നും അറിയില്ല, അതിൻ്റെ കഷ്ടപ്പാടാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് റോളാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ ബാങ്കിൻ്റെ ടൈം ആയിട്ടുണ്ടോ, അതുകൊണ്ട് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സമൂസ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഫ്താറിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.